കാർത്തിക 3 പാദം, രോഹിണി മകയിരം 2 പാദം ചേരുന്ന ഇടവൻ രാശി. സാമ്പത്തിക കാര്യസാധ്യമുണ്ടാകും, എന്നാലും അപ്രതീക്ഷിത ചിലവ് വരാനുള്ള സാധ്യതയുണ്ട്. മാതാവിന് ശാരീരിക സുഖമുണ്ടാകും. പുതിയ ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമല്ല. ബിസിനസ് ചെയ്യുന്ന ആളുകൾ കുറച്ച് ശ്രദ്ധിക്കുക. കലാകായിക പ്രവർത്തനങ്ങളിൽ ശോഭിക്കും. വിദ്യയിൽ ഉന്നത വിജയം നേടും കുട്ടികളൊക്കെ. ദാമ്പത്തിക ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവും. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് കുറച്ച് വൈകാൻ ഇടവരും. കുട്ടികൾ ഇല്ലാത്തവർക്ക് ഇനിയും 1 വർഷക്കാലം അനുകൂലമായ സമയമാണ്. അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതിനോടൊപ്പം സൂക്ഷ്മത്തിൽ ഈശ്വര കാര്യങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് സംഭവിക്കും. പൊതുവിൽ കൂട്ടുകച്ചവടം ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിച്ച് ചെയ്യുക. സുഹൃത്തുക്കളുമായിട്ട്, കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടോ കൊളീഗ്സുമായിട്ടോ ഒക്കെ നമ്മൾ ഉടക്കുണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ചിലപ്പോൾ അതും നമുക്ക് ദോഷത്തിന് കാരണവും. പൊതുവിൽ ഇടവൻ രാശിയിൽ ജനിച്ചവർക്ക് 7ലെ കണ്ടകശനി കാലവും കൂടി ആയതിനാൽ പരിഹാരമായി മൃത്യുഞ്ജയ ഹോമം, പുഷ്പാഞ്ജലി ഇവ നടത്തുന്നതിനോടൊപ്പം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, മാലാനിവേദ്യം എന്നിവ നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ ഭക്തിപൂർവ്വം പോയി തൊഴുകയും മാലാനിവേദ്യം എന്നിവ ഭഗവാന് കഴിക്കുകയും ചെയ്യുക. എല്ലാത്തിനോടൊപ്പം പഞ്ചമഹായജ്ഞങ്ങൾ നിത്യേന ജീവിതത്തിൽ അവസ്ഥയ്ക്കനുസരിച്ച് ആചരിച്ചാൽ ഗുണവും